ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത് ബാങ്ക് ലേലം നോട്ടീസ് വന്നാൽ എങ്ങനെ സ്റ്റേ എടുക്കാം എന്ന അത്യാവശ്യ വിഷയത്തെക്കുറിച്ചാണ്. പലർക്കും ലേലം നോട്ടീസ് വീട്ടിൽ വന്നാൽ എല്ലാം കഴിഞ്ഞു എന്ന് തോന്നും. പക്ഷേ നിയമത്തിൽ ഇപ്പോഴും വഴികളുണ്ട്. സാധാരണയായി ബാങ്കുകൾ SARFAESI നിയമം പ്രകാരം 60 ദിവസത്തെ ഡിമാൻഡ് നോട്ടീസ് നൽകിയാണ് നടപടി തുടങ്ങുന്നത്. ആ നോട്ടീസിന് ശേഷം 134 നടപടിയായി സ്വത്ത് കൈവശപ്പെടുത്തൽ അല്ലെങ്കിൽ ലേലം പ്രഖ്യാപനം വരാം. ഈ ഘട്ടത്തിൽ നിങ്ങൾക്ക് നേരിട്ട് DRT ട്രിബ്യൂണലിൽ അപേക്ഷ നൽകി സ്റ്റേ ആവശ്യപ്പെടാം. ബാങ്ക് കണക്കിൽ തെറ്റുണ്ടോ, പലിശ അധികമായി ചേർത്തിട്ടുണ്ടോ, നിയമ നടപടിയിൽ പിഴവ് ഉണ്ടോ എന്നത് പരിശോധിക്കണം. 60 ദിവസത്തിനുള്ളിൽ പ്രതിവാദം നൽകുന്നത് വളരെ പ്രധാനമാണ്. അവഗണിച്ചാൽ അവസരം കുറയും. DRTയിൽ കേസ് ഫയൽ ചെയ്യുമ്പോൾ സാധാരണയായി ബാധ്യതയുടെ 1% തുക ഡെപ്പോസിറ്റ് ചെയ്യാൻ ആവശ്യപ്പെടാം. കൂടാതെ ഹൈക്കോടതിയിലും റിട്ട് ഹർജി നൽകി അടിയന്തര സ്റ്റേ ആവശ്യപ്പെടാനുള്ള സാഹചര്യം ഉണ്ടാകാം. ബാങ്കുമായി ഒറ്റത്തവണ തീർപ്പോ VTS ചർച്ച നടത്തുന്നതും ലേലം താൽക്കാലികമായി നിർത്താൻ സഹായിക്കും. ലേലം തീയതി പ്രഖ്യാപിച്ചാൽ അതിനു മുമ്പ് അടിയന്തര ഹർജി നൽകുന്നത് അനിവാര്യമാണ്. രേഖകൾ, ലോൺ എഗ്രിമെന്റ്, അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ്, നോട്ടീസ് കോപ്പികൾ എന്നിവയെല്ലാം തയ്യാറായി വെക്കണം. ഒരു ചെറിയ നിയമ പിഴവ് പോലും സ്റ്റേ ലഭിക്കാൻ കാരണമാകാം. അതിനാൽ വിദഗ്ധ നിയമ സഹായം ആവശ്യമാണ്. ലേലം നടന്നു കഴിഞ്ഞാലും ചില സാഹചര്യങ്ങളിൽ റിഡംപ്ഷൻ അവകാശം ഉപയോഗിക്കാം. അതുകൊണ്ട് നോട്ടീസ് കണ്ടാൽ പേടിക്കാതെ ഉടൻ നടപടി ആരംഭിക്കുക. ഇത്തരം പ്രധാന നിയമ സാമ്പത്തിക വിവരങ്ങൾ അറിയാൻ ചിന്തിപ്പിക്കുന്ന ഫിനാൻസ് ചർച്ചകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.